തന്നെ അപ്സരയും ശരണ്യയും ഒരു അടി നടന്നിരുന്നു. അതിന്റെ ബാക്കി പത്രമായിട്ട് വീണ്ടും അടിയോടടിയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആയിരുന്നു അവർക്ക് ഹോട്ടലിൽ അവർക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് ജോലി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് ഓരോ ടീമിനെയും ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത്. ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അവിടെ അപ്സര കൂടുതലായിട്ട് സംസാരിക്കുകയും ശരണ്യയ്ക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് ശരണ്യയുടെ പ്രശ്നം. ശരണ്യ മിണ്ടാതിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം നിനക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്നതല്ലേ, അപ്പൊ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് അപ്സര ശരണ്യയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ശരണ്യ എടുത്ത വഴിക്ക് പറഞ്ഞു, നീ അതിന് എനിക്ക് പറയാനായിട്ട് അവസരം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അപ്സരയ്ക്ക് പിടിച്ചില്ല. അപ്സര പറഞ്ഞു, ഇക്കാര്യത്തിനൊക്കെ എന്തിനാ നീ ഇങ്ങനെ ഈഗോ കാണിക്കുന്നതെന്ന് അപ്സര തിരിച്ച് ശരണ്യയുടെ അടുത്ത് ചോദിച്ചു. ശരണ്യക്ക് ഈഗോ എന്നുള്ള വേർഡ് ഇഷ്ടപ്പെട്ടേയില്ല. അവിടെ ശരണ്യ പറയുന്നത്, ഒരു ഫ്രണ്ടായിട്ട് ഇരുന്നിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരം തന്നില്ല, അത് പോട്ടെ, ടീമിന് വേണ്ടിയാണ് അപ്സര സംസാരിച്ചതെന്ന് വിചാരിക്കാം, ടീമിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ സംസാരിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ അവിടെ മിണ്ടാതിരുന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്താ സംസാരിക്കാങ്ങേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സംസാരിക്കാനായിട്ട് നീ അവസരം തന്നു എന്നുള്ളത്. അപ്പൊ പറയാണ് ഈഗോ ആണെന്ന്. ഞാൻ എവിടെയാണ് ഈഗോ കാണിച്ചതെന്നാണ് ശരണ്യയുടെ ചോദ്യമായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് കാലത്ത് ശരണ്യയും അപ്സരയും തമ്മിൽ വഴക്കിട്ടിരുന്നു. പിന്നീട് പിണങ്ങിയാണ് നടന്നിരുന്നത്. പിന്നീട് ബിഗ് ബോസ് അവിടെ പുറത്താക്കി ഇവരെല്ലാവരെയും ഹോട്ടൽ ടാസ്കിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരെയും ഗാർഡൻ ഏരിയയിലേക്ക് മാറ്റിയ സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് അവിടെ ശരണ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. 2-3 പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് ശരണ്യ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതാണ് കാരണമെന്ന്. പിന്നീട് റൂമിന്റെ അകത്തേക്ക് കയറിയതിന് ശേഷം അവിടെ വന്നിട്ട് നന്ദനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ശരണ്യ. നന്ദനയുടെ അടുത്ത് പറയുന്നുണ്ട്, നന്ദന ഇവരെ തമ്മിലുള്ള കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നന്ദനയുടെ അടുത്ത് ശരണ്യ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നീ മിണ്ടാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് നന്ദനയുടെ അടുത്ത് സോറി പറയാനായിട്ട് ശരണ്യ വന്ന് റൂമിൽ വന്ന് നന്ദനയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് അപ്സര കടന്നു വന്നു. അപ്സര പറഞ്ഞത്, എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയുക, അല്ലാതെ എല്ലാവരോടും ചെന്ന് കഥ പറയല്ല വേണ്ടതെന്ന് അപ്സരയുടെ ഡയലോഗ്. അത് കേട്ടപ്പോൾ ശരണ്യക്ക് വീണ്ടും ദേഷ്യം വന്നു. ശരണ്യ, ഞാൻ ആരടുത്ത് എന്ത് ചെന്ന് പറഞ്ഞോന്നാ നീ പറയുന്നേ എന്ന് പറഞ്ഞുകൊണ്ടായി ശരണ്യ. അപ്പോൾ അപ്സര, നീ പോടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവായിരുന്നു. 2 നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്സരയും ശരണ്യയും. പക്ഷേ ഇപ്പോൾ 2 എണ്ണം കൂടിയിട്ട് ലൈവിൽ കിടന്ന അടി കൂടുന്നതാണ് കാണുന്നത്. ഇവരിത് ലൈവില് അടി കൂടുന്ന സമയത്ത് അതൊരു ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അടിയാണ്, ഇവർ തമ്മിൽ അത് പറഞ്ഞു വെച്ചിട്ട് 2 പേരും തമ്മിൽ അടി കൂടുന്നതാണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നും. കഴിഞ്ഞ ദിവസം ഒരു സംസാരിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ ആഴ്ച അടിച്ചു പൊളിക്കണം, എങ്ങനെയെങ്കിലും നമ്മൾ തമ്മിൽ അടി ഉണ്ടാവണം, നമ്മൾ തമ്മിൽ ഇല്ലാണ്ടാവണം എന്നുള്ളതാണ് ഇവിടെയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നത്, അപ്പൊ നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഇവർ മനഃപൂർവ്വം അടി ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ശരണ്യയ്ക്കും ഒരുപാട് നെഗറ്റീവ് അടിക്കാം, അപ്സരയ്ക്കും ഒരുപാട് നെഗറ്റീവ് അടിക്കാം. അപ്സര ഒരു കാര്യത്തിന് മറ്റുള്ളവർക്ക് അവിടെ സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് പൊതുവെയുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അപ്സരയ്ക്ക് ഒരുപാട് നെഗറ്റീവ് അടിക്കാം, ശരണ്യയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ഇവിടെ ശരണ്യയ്ക്കും നെഗറ്റീവ് അടിക്കാം, ഈ ചെറിയ കാര്യത്തിനൊക്കെ കയറി ഇത്രയും വഴക്കുണ്ടാക്കുന്നത് എന്തിനെ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 2 പേരും സ്വന്തം ഇമേജ് കളഞ്ഞുകൊണ്ട് അവിടെ വഴക്കുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ലൈവില് 2 പേരും പൊരിഞ്ഞടിയാണ്. ഇതിന്റെ ഇടയിലാണ് ഇപ്പൊ എല്ലാവരും വന്ന് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.